നമസ്കാരം. ഞാൻ വി ഉണ്ണിത്താൻ. രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തു വിജ്ഞാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഏകദേശം ഒരു 450-500 എപ്പിസോഡുകളായിട്ട് വാസ്തു വിജ്ഞാനം ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ കൂടുതൽ ഓരോ ചെറിയ വിഷയങ്ങൾ തന്നെ അത് വിശദമായി പരിശോധിക്കുകയാണ് ചെയ്യുക. ഇന്ന് നമുക്ക് പറയാൻ പറ്റുന്ന വിജ്ഞാനം, ഈ നിർമ്മാണങ്ങൾ തകൃതിയായിട്ട് നടക്കുമ്പോഴും എത്രയൊക്കെ വാസ്തുവിജ്ഞാനങ്ങൾ ആളിലേക്ക് വരുമ്പോഴും അവരത് അനുസരിക്കാത്ത ഒരു വാസ്തുവിജ്ഞാനമാണ്. നമ്മൾ വീടിൻ്റെ നിർമ്മാണം, വീടിൻ്റെ തെക്ക് കിഴക്ക് മൂല, അതിൻ്റെ നിർമ്മാണ വൈകല്യങ്ങൾ, തെക്ക് കിഴക്ക് മൂല ഏത് രീതിയിൽ വളർന്നു പോയാലും അത് വിഷമമായിരിക്കും എന്നുള്ള വസ്തുതയാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. തെക്ക് കിഴക്ക് മൂല നമുക്കറിയാം അഗ്നിമൂലയാണ്. തെക്കിൻ്റെയും കിഴക്കിൻ്റെയും എൻ്റെ എവിടെയാണോ അതാണ് തെക്ക് കിഴക്ക് മൂല അഗ്നിമൂല എന്ന് പറയുന്നത്. സൗത്ത് ഈസ്റ്റ്, ഈ സൗത്ത് ഈസ്റ്റിലെ നിർമ്മാണ വൈകല്യങ്ങൾ തുടർച്ചയായി ഒരുപാട് സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. അതിൻ്റെ ദോഷങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആളുകൾ പറയുന്നത് പ്ലാൻ അനുസരിച്ച് ഇങ്ങനെയായിരുന്നു, മറിച്ച് പ്ലാൻ ഞങ്ങൾ വെച്ചപ്പോൾ ഞങ്ങളുടെ സ്ഥലത്ത് നോക്കി, അല്ലെങ്കിൽ മേസ്ത്രി ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു. നമ്മൾ ആര് പറയുമ്പോഴും ഒരു വ്യക്തമായൊരു പ്ലാൻ എടുക്കുമ്പോൾ പ്ലാൻ തെറ്റാതിരിക്കാൻ വളരെയേറെ സൂക്ഷിക്കേണ്ടതാണ്. അതിൻ്റെ ആ പ്ലാനിൻ്റെ കൃത്യത ഉറപ്പാക്കുമ്പോൾ ദോഷങ്ങളാണ് നമ്മൾ ഇല്ലാതെയായിത്തീരുന്നത്. തെക്ക് കിഴക്ക് ഭാഗത്ത് വരുമ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒന്നാമത്തെ കാര്യം പറയുന്നത് തെക്ക് കിഴക്ക് വശത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് അത് അടുക്കളയല്ല, അവിടെ ഏത് റൂമല്ല, എന്ത് വന്നാൽ തന്നെ അവിടെ തെക്ക് കിഴക്ക് ഭാഗത്ത് പ്രധാന വാതിലോ തെക്ക് കിഴക്ക് ഭാഗത്ത് കതകോ വരാൻ പാടില്ല. വാതിലോ അല്ലെങ്കിൽ അവിടെ പ്രധാന വാതിലോ വരാൻ പാടില്ല തെക്ക് കിഴക്ക് ഭാഗത്ത്. രണ്ടാമത്തെ കാര്യം, തെക്ക് കിഴക്ക് ഭാഗത്ത് വാർപ്പിൻ്റെ ഭാഗത്ത് തെക്ക് കിഴക്ക് ഭാഗത്ത് വാർപ്പ് നമ്മൾ തൊട്ടി അടിച്ച് വാർക്കുമ്പോൾ തെക്ക് കിഴക്കിലേക്ക് തള്ളി നിൽക്കാൻ പാടില്ല. ആ തെക്ക് കിഴക്കിലേക്ക് തള്ളി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വാർപ്പിൻ്റെ ആ ഭാഗം തള്ളി നിന്നാലും അത് ദോഷകരമായി ഭവിക്കും. തെക്ക് കിഴക്ക് ഭാഗത്ത് വീടിനോട് ചേർന്ന് കാർപോർച്ച് കെട്ടിവെക്കാൻ പാടില്ല. വീടിനോട് ചേരാതെ മാത്രമേ കാർപോർച്ച് കെട്ടിവെക്കാൻ പാടുള്ളൂ. തെക്ക് കിഴക്ക് ഭാഗത്തുനിന്ന് യാതൊരു കാരണവശാലും തെക്ക് കിഴക്കേ കോർണറിലൂടെ വഴി വന്ന് കയറാൻ പാടില്ല. തെക്ക് കിഴക്കേ ഭാഗം പൂർണ്ണമായിട്ടും ക്ലോസ്ഡ് ആയിരിക്കണം. അടഞ്ഞു കിടക്കുന്ന നിർമ്മാണങ്ങൾ തന്നെ വേണം തരാൻ. തെക്ക് കിഴക്ക് ഭാഗത്ത് ഇനി ഇൻ കേസ് നിങ്ങൾക്ക് വരാന്ത വെക്കുന്നവരാണെങ്കിൽ 3 വശമോ 4 വശമോ വരാന്ത വെക്കുന്നവരാണെങ്കിൽ വരാന്ത വെച്ച് കഴിഞ്ഞാൽ പോലും തെക്ക് കിഴക്ക് ഭാഗം ക്ലോസ്ഡ് ആയിരിക്കണം. വരാന്ത കഴിഞ്ഞ് നിൽക്കുന്ന ഭാഗം 1 മീറ്ററോ 1.5 മീറ്ററോ കഴിഞ്ഞ് വരുമ്പോൾ അത് ക്ലോസ്ഡ് ആയി തന്നെ തീരണം. തെക്ക് കിഴക്ക് ഭാഗത്ത് യാതൊരു കാരണത്തിലും വഴി വരാനോ തുടർച്ചയായി അതുവഴി നടന്നോ അല്ലെങ്കിൽ വണ്ടിയിലോ പോയി തെക്ക് കിഴക്ക് ഭാഗത്ത് കൂടി റോഡിലേക്ക് ഇടങ്ങുന്നത് പാടില്ല. തെക്ക് കിഴക്ക് ഭാഗത്ത് നമ്മൾ ഗാർഡനിങ് ചെയ്യുമ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്ത് വീടിനുള്ളിൽ തന്നെ വഴി വരുന്ന പോലെ ചെയ്യാൻ പാടില്ല. തെക്ക് കിഴക്ക് ഭാഗത്ത് മലിനജലക്കുഴിയോ തെക്ക് കിഴക്ക് ഭാഗത്ത് കിണറോ തെക്ക് കിഴക്ക് ഭാഗത്ത് സെപ്റ്റിക് ടാങ്കോ വരാൻ പാടില്ല. തെക്ക് കിഴക്ക് ഭാഗത്ത് നമ്മൾ വീട് തെക്ക് ഭാഗത്ത് കിടക്കുമ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്ത് യാതൊരു കാരണവശാലും വീടിൻ്റെ സ്റ്റെയർ അകത്തോ പുറത്തോ വരാൻ പാടില്ല. തെക്ക് കിഴക്ക് ഭാഗത്ത് അങ്ങനെ അകത്തോ പുറത്തോ സ്റ്റെയർ വന്നു കഴിഞ്ഞാൽ കേസുകൾ ഉണ്ടാവാം, വഴക്കുകൾ ഉണ്ടാകാം, ഭയങ്കരമായ സാമ്പത്തിക ബാധ്യത വന്നുപെടാം, വാഹന അപകടവും ശരീരത്തിലെ ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഭയങ്കരമാണ്. ഞാൻ ഈ പറഞ്ഞ കുറേ നിർമ്മാണങ്ങൾ, ഇപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ അവിടെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്തു വെക്കുമ്പോൾ അത് ദോഷമായി ഭവിക്കുമ്പോൾ അത് വീട്ടിലെ മക്കളെ വളരെ മോശമായി ബാധിക്കും, വരുമാനത്തെ ബാധിക്കും, ബന്ധങ്ങളെ ബാധിക്കും. ഞാൻ കുറേ കാര്യങ്ങളോട് പാടില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ കോയമ്പത്തൂർ പോയപ്പോൾ ഈ തമിഴ്നാട്ടുകാർ ഏറ്റവും കൂടുതൽ തെക്ക് കിഴക്കിന് ഒരുപാട് മൂല്യം കൊടുക്കുന്നവരാണ് തമിഴ്നാട്ടുകാർ. പക്ഷേ ഈ തെക്ക് കിഴക്ക് ഭാഗത്ത് അതിഭയങ്കരമായിട്ടുള്ള
അണ്ടർഗ്രൗണ്ട് നിർമ്മാണം ഒരു വീട്ടിൽ വന്നിട്ടുണ്ട്. ആ അണ്ടർഗ്രൗണ്ട് നിർമ്മാണം വീട്ടിൽ വന്നത് ആ വീട്ടിൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകാനും, അവിടെ ഇപ്പോൾ നിലവിലൊരു വീട് വെച്ചിട്ടൊരു വലിയ അണ്ടർഗ്രൗണ്ട് പണിതപ്പോൾ ആ വീട്ടിൽ താമസിക്കാൻ തന്നെ ആളില്ലാതായിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്ത് താഴോട്ട് ഈ സെപ്റ്റിക് ടാങ്കോ കിണറോ മാത്രമല്ല, അണ്ടർഗ്രൗണ്ട് നിർമ്മാണമോ ഔട്ട് ഹൗസ് നിർമ്മാണമോ ഒക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതാണ്. ഒരുപാട് വീടുകളിൽ ഈ ഔട്ട് ഹൗസ് നിർമ്മിക്കുന്നത് തെക്ക് കിഴക്കായിട്ട് കാണുന്നുണ്ട്. ആ സ്ഥലമില്ലെന്നൊക്കെ അവർക്ക് ന്യായം പറയും. നിങ്ങൾ തെക്ക് കിഴക്ക് നിർമ്മിക്കുകയെന്നുണ്ടെങ്കിൽ വീടിനേക്കാൾ ഉയർന്നു നിൽക്കരുത് ആ ഭാഗം. ഒന്ന്, വീടിനേക്കാൾ ആ ഭാഗം ഉയർന്നു നിൽക്കരുത്, വീടുമായി ചേരരുത് ഔട്ട് ഹൗസ്. ഇനി അവിടെ ഒരു സംഭവം നിങ്ങൾക്ക് കൂടിയേ തീരും, അവിടെ ഒരു കാർപ്പോച്ച് കൂടിയിരുന്നെങ്കിൽ വീടുമായും അതിലുമായും ചേരാതെ വേണം ചെയ്യാം. ഒരിക്കലും അവിടെ കുഴിഞ്ഞു പോകുന്ന നിർമ്മാണങ്ങൾ വരാൻ പാടില്ല. ആ വീട്ടിലെ മക്കളെ അത് വളരെ മോശമായി ബാധിക്കും. അവരുടെ വിവാഹ ബന്ധങ്ങൾ മുതൽ വിവാഹം നടക്കുന്നത് മുതലൊക്കെ പ്രതിസന്ധികളിലേക്ക് വന്നുപെടുന്നതിനിടയാവും. തെക്ക് കിഴക്ക് ഭാഗത്ത് നമ്മൾ ഗാർഡനിങ് ചെയ്യുമ്പോൾ തന്നെ ആ ഗാർഡനിങ്ങിൻ്റെ ആ ഭാഗം ഉയർന്നു വരാതെ നോക്കണം. ആ ഭാഗത്ത് തെക്ക് കിഴക്ക് ഭാഗത്ത് മരങ്ങൾ വെക്കുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഗാർഡനിങ് ചെയ്യുമ്പോൾ താഴെ മണ്ണിൽ നിന്ന് ഒരുപാട് ഉയരം വരുന്ന രീതിയിൽ ഉണ്ടാക്കാൻ പാടില്ല. ഒരുപാട് വീടുകളിൽ അങ്ങനെ ഗാർഡനിങ് നടത്തിയിട്ട് ആ തെക്ക് കിഴക്ക് ഭാഗം മൊത്തം മുറ്റത്തേക്കാൾ ഉയർന്നു നിൽക്കുന്ന അവസ്ഥയുണ്ട്. അങ്ങനെ വരാൻ പാടില്ല. അത് അഗ്നി ഒരു തരത്തിലല്ല. ഇപ്പം ചില ആളുകൾക്ക് സംശയമുണ്ട്. ചില ആളുകൾ ഈ തെക്ക് കിഴക്ക് എന്ന് പറയുമ്പോൾ അവരുദ്ദേശിക്കുന്ന ഈ തെക്ക് കിഴക്കും കറക്റ്റ് മൂലയാണെന്നാണ്. അല്ല, തെക്ക് കിഴക്ക് എന്ന് പറയുന്നത് തെക്ക് നിന്ന് ഏതാണ്ട് 45 ഡിഗ്രി വരെയും തെക്ക് നിന്ന് വടക്കോട്ട് ഏകദേശം 45 ഡിഗ്രി വരെയും വരുന്ന മേഖല. അല്ലെങ്കിൽ നമുക്ക് അല്പം കൂടി സിമ്പിളായി പറഞ്ഞാൽ, നമ്മൾ നിന്നിട്ട് നമ്മുടെ വലത് കൈ ഒന്ന് വീശിയാൽ 2 തവണ നമ്മളൊരു സ്ഥലത്ത് നിന്നിട്ട് ആ തെക്ക് കിഴക്ക് മൂല നിന്നിട്ട് 2 തവണ മുന്നോട്ട് നിന്ന് വലത് കൈ വീശി നോക്കിയാൽ 2 തവണ ആദ്യം ഇങ്ങനെ കാണിക്കുന്നു, വീണ്ടും ഈ വലത് കൈയുടെ എൻഡിൽ നിന്നിട്ട് അങ്ങോട്ട് നമ്മൾ വീണ്ടും അത് കാണിക്കുമ്പോൾ അപ്പോൾ എത്രയും ദൂരം വരുമോ അത്രയും ദൂരം നമുക്ക് അത് അഗ്നിമൂല തന്നെയായി മാറും. ആ അഗ്നിമൂലയിൽ നമുക്ക് യാതൊരു കാരണവശാലും ആ മോശമായ നിർമ്മാണങ്ങൾ വരരുത്. ആ കൊച്ചൊരു മൂലയല്ല അഗ്നിമൂല, അവിടെ നിന്ന് 45, 40, 90 ഡിഗ്രി 2 വശങ്ങളിലേക്കും 45 ഡിഗ്രി ആംഗിളിലേക്കും മാറുന്നതാണ് അഗ്നിമൂല. അത്തരം മാറ്റങ്ങൾ അതിനുള്ളിലെ സ്ഥലങ്ങളിൽ ഇതൊന്നും പെടാതെ നോക്കേണ്ടതാണ്. ഒരു തലമുറയെ തന്നെ മക്കളുടെ ഒരു വലിയ മക്കളുടെ ജീവിതത്തെ തന്നെ വളരെ മോശമായി ബാധിക്കാവുന്ന തരത്തിലാണ് ഈ മൂലയിലുണ്ടാകുന്ന നിർമ്മാണ വൈകല്യങ്ങൾ. വഴി വരുന്നുണ്ടെങ്കിൽ വഴി ഒഴിവാക്കണം. വഴി രണ്ടാമതെന്ന് പറയുന്നത് അത് ഭയങ്കര കലഹം തരും. അതുപോലെ തന്നെ അത് രോഗാവസ്ഥ അതിഭീകരമായി കൂട്ടിക്കൊണ്ടേയിരിക്കും, ചിലവുകൾ കൂട്ടിക്കൊണ്ടേയിരിക്കും. 5000 രൂപ വന്നു കഴിഞ്ഞാൽ 10,000 ചിലവാകുന്നതിന് തുല്യമായി തീരും. ഒപ്പം തന്നെ നമ്മുടെ ഒരു തലമുറയെ തന്നെ നമുക്ക് അവിടെ നിലനിർത്താൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ വിഷമങ്ങളുണ്ടാക്കും. പിന്നെ ഈ തെക്ക് കിഴക്ക് ഭാഗത്ത് നമ്മളിത് പറയുമ്പോൾ തന്നെ മതിൽ കെട്ടി വെക്കും വീടിന്. ചില വീടുകളിൽ കന്നിമൂലയേക്കാൾ ഉയർന്ന മതിലുകളുണ്ട് തെക്ക് കിഴക്ക് ഭാഗത്ത്. അത് പാടില്ല. മതിൽ കെട്ടുമ്പോൾ ഏറ്റവും ഉയർന്ന ഭാഗം തെക്ക് പടിഞ്ഞാറേ മൂല, അത് കഴിഞ്ഞിട്ട് വടക്ക് പടിഞ്ഞാറേ മൂല, അത് കഴിഞ്ഞിട്ടാകണം തെക്ക് കിഴക്കേ മൂല. തെക്ക് കിഴക്കേ മൂലയെ കഴിഞ്ഞിട്ട് ഏറ്റവും ചെറിയ താഴ്ന്നിരിക്കേണ്ട വശം വടക്ക് കിഴക്ക് മൂലയായിരിക്കണം. അപ്പോൾ ഈ അഗ്നിമൂലയിൽ ഉണ്ടാകുന്ന ചെറിയ ഏറ്റക്കുറച്ചിലുകൾ, ചെറിയ നിർമ്മാണ വൈകല്യങ്ങൾ പോലും നമ്മുടെ ജീവിതത്തെയും കുട്ടികളെയും വരുമാനത്തെയും അത് വളരെ സാരമായി ബാധിക്കും. എല്ലാ ആളുകളും ഗൗരവമായി ശ്രദ്ധിക്കേണ്ടതാണ്. ചെറിയ ഒരു വിജ്ഞാനമാണ്. തെക്ക് കിഴക്ക് മൂലയിൽ പൂർണ്ണമായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് ഉറപ്പാക്കണം. വന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ചുപോയ വീടുകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ നിങ്ങളത് മാറ്റേണ്ടതാണ്. അതുവഴിയുള്ള വഴികൾ വരുന്നതോ അതുവഴി കാറ് പോകുന്നതോ ഒക്കെ പരമാവധി ഒഴിവാക്കണം. ഒരു പെർഫെക്റ്റ് വാസ്തുവിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതുവഴി വണ്ടി കയറി വരുന്നതൊക്കെ, വീട്ടിലേക്ക് കയറി വരുന്നത്, അല്ലെങ്കിൽ വീടിനുള്ളിൽ തന്നെ അതുവഴി വണ്ടി ഓടി വരുന്നതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. അത് നമുക്കറിയാത്ത പല അസംഭവ്യങ്ങൾ, അസംഭവ്യം എന്ന് പറഞ്ഞാൽ അവയൊക്കെ സംഭവിക്കാത്തവ, ഒരിക്കലും സംഭവിച്ചു കൂടാത്തവ വീട്ടിൽ സംഭവിക്കാനിടയാകും. ഗുരുതരമായ രോഗങ്ങൾ ഉണ്ടാകാനിടയാവും. തെക്ക് കിഴക്ക് മുതൽ ഈ പറഞ്ഞ ഒരു കാര്യങ്ങളും വരുന്നില്ല എന്ന് നിങ്ങൾ ഉറപ്പാക്കേണ്ടതാണ്. അവിടെ ഒന്നും വാട്ടർ ടാങ്ക് കൊണ്ടുവച്ചേക്കരുത്. അവിടെ പരമാവധി അവിടെ നിങ്ങൾ ഒരുപാട് ഉയരാതെ
ഒരുപാട് മുറിയാതെ ഒരുപാട് തുറന്നു വരുന്ന നിർമ്മാണങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ നിങ്ങൾ നോക്കേണ്ടതാണ്. ഈ വിജ്ഞാനം കൂടി നിങ്ങൾ സ്വീകരിക്കുക. അടുത്തൊരു വീട്ടിൽ വരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.